എന്നും മനസ്സിൽ കാണുവാൻ ആഗ്രഹിച്ച മറ്റു നേതാക്കളാണ് ഇവിടെ നമ്മളുടെ മുന്നിലിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ശ്രീ ചന്ദ്രപ്രകാശ് വന്ന സമയത്ത് എനിക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നിയിരുന്നു. കബഡി, അതും UAE, ഹാൻഡ് റെസ്ലിംഗ്, അതും UAE, ഇത് എന്തുമാത്രം വിജയമാകും? ഞാൻ ചന്ദ്രപ്രകാശിയോട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ ഒരു പരിപാടിയുടെ സാധ്യത എന്ത് എന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രമാത്രം കബഡിയെയും അതുപോലെ തന്നെ ഹാൻഡ് റെസ്ലിംഗിനെയും മനസ്സിനോട് ചേർത്ത് പിടിക്കുന്ന ഒരു യുവജനത നമ്മളുടെ നാട്ടിലുണ്ട്, ഇവിടെ UAE-യിലുണ്ട് എന്ന് മനസ്സിലായത്. ഇത് തികച്ചും സന്തോഷം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഒരു പൂ മാത്രം ചോദിച്ച് ഒരു പൂക്കാലം വാങ്ങി തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. എന്തായാലും ഇത് വളരെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് എന്ന് ഞാൻ പറയും ഈ വൈകിയ വേളയിലും. കാരണം കബഡി പലതരത്തിലുള്ള അഭ്യാസങ്ങളും അതുപോലെ തന്നെ ഗെയിംസും എല്ലാം നാം കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ്, അതുപോലെ തന്നെ ഫുട്ബോൾ, ഹോക്കി, ഇതെല്ലാമാണ് നമ്മൾ ഒരു ഭാരതീയ സംസ്കാരവുമായുമെല്ലാം ബന്ധപ്പെട്ട് പലപ്പോഴും പറയുന്നത്. പക്ഷേ അതിനെല്ലാം ഉപരിയായി നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ഈ കലാരൂപങ്ങൾ, ഈ പ്ലേ, കബഡി, അതേപോലെ തന്നെ ഹാൻഡ് റെസ്ലിംഗ്, ഇത് രണ്ടിനും ഇത്രമാത്രം സപ്പോർട്ട് നൽകിയ നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ കൂട്ടുകൈ ഒരിക്കൽ കൂടി നൽകുകയാണ്. അതോടൊപ്പം ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ഇന്ത്യൻ അസോസിയേഷനും അതോടൊപ്പം തന്നെ പ്രിയദർശിനി ഗ്രൂപ്പിനും എന്റെ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും ഇനിയും ഇതേപോലെയുള്ള പുത്തൻ കൺസെപ്റ്റ്സുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ഉപഹാരങ്ങൾ നൽകുന്ന ഒരു